പിന്നീട് അവിടുന്ന് സിയോന്റെ ഒച്ച മാത്രമാണ് കേൾക്കുന്നത്. ആ നിമിഷം തന്നെ സാങ്ങും റിമും അവിടെ എന്തിനാണ് വന്നതെന്ന് അവർ മറന്നു പോയിരിക്കുന്നു. അതിനർത്ഥം ബാക്കി രണ്ടുപേർക്ക് സംഭവിച്ചതുപോലെ തന്നെ സിയോളിനും ആ കണ്ണാടിക്കുള്ളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അവൾ ആ കണ്ണാടിക്കുള്ളിലേക്ക് പോയപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അവളെ പറ്റിയുള്ള കാര്യങ്ങൾ മറന്നു എന്നതുമാണ്. പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് എത്തിയ റിമ്മിനും സാങ്ങിനും ആ പകുതി കത്തിയ ബുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാങ്ങിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളും അവർ ശ്രദ്ധിക്കുന്നത്. അതിൽ ഓക്കീസോളിന്റെയും കിമ്മിന്റെയും അതുപോലെ തന്നെ ഈ സിയോളിന്റെയും സിയോളിന്റെ കാമുകന്റെ ഒക്കെ ഫോട്ടോയും കിമ്മും സാറുമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഫോട്ടോയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ്, ഇതെന്താ, എപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തതെന്നൊന്നും ഇവർക്ക് ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ രണ്ടുപേർക്കും തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് കണ്ണാടിക്കുള്ളിലുള്ള സിയോളിനെയാണ്. അടുത്തതായി ഈ ഒരു ക്ലാസ്സിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയായ ഈ ഒരു കണ്ണാടി പയ്യനെയാണ് സാർ കൗൺസിൽ ചെയ്യാൻ പോകുന്നത്. ഈ കണ്ണാടി പയ്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ